ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുഞ്ഞനയില വെച്ചിട്ട്, അതായത് ചെറിയ അയിലക്കുട്ടികൾ വെച്ചിട്ട് എങ്ങനെ നല്ല ഒരു അടിപൊളി മുളക് കറി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: 2 തക്കാളി, ഒരു 5-8 ചുവന്നുള്ളി, പിന്നെ ഒരു 5-6 ചീനമുളക് എടുത്തിട്ടുണ്ട്. അത് ഇവിടെ വീട്ടിലുണ്ടായതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതായത് കറി ഇങ്ങനെ വെള്ളം പോലെ ആവാതെ കുറച്ച് കട്ടിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കട്ടിയിലൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ കൂടുതൽ മുളക് പൊടിയൊക്കെ ചേർക്കേണ്ടി വരും. അതിന് പകരമാണ് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുക്കുന്നുണ്ട്. ഇതിലിനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. നന്നായി അരയണ്ട, എന്നാലും നന്നായി ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി തക്കാളിയൊക്കെ. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഇതിൽ ഒഴിച്ചിട്ടുള്ളത്. വെള്ളം നമുക്ക് ആവശ്യത്തിന് പിന്നീട് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഉപ്പും പാകത്തിന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ ഞാനൊരു മൺകലത്തിലേക്കാണ് ഒഴിക്കുന്നത്. മൺകലത്തിൽ വെച്ചാലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. അതായത് ഞാനിതിൽ മാങ്ങയാണ് ഇടുന്നത് ഈ കറിയിൽ. പക്ഷേ കുറച്ച് പുളി ഞാൻ ചേർക്കുന്നുണ്ട് ഇതിൽ. നമ്മളെ ഇഷ്ടത്തിന് പുളി കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാൻ. വെറും മാങ്ങ ഇട്ടിട്ട് വേണമെച്ചെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ കുറച്ച് പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നോക്കുമ്പോൾ ഇതിൽ പുളി കുറവാണ് ഉണ്ടാവുക കേട്ടോ. ബാക്കി നമ്മൾ കറിയൊക്കെ വറ്റി വരുമ്പോൾ മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ പുളി പാകമായി. ഇനി ഇതിനെ സ്റ്റവിലേക്ക് വെക്കാം. ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായി തിളക്കണം. തിളച്ച് കഴിഞ്ഞാൽ ഇത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. കുറച്ച് അരിപ്പൊടി ചേർത്ത കാരണം ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഈ മാങ്ങ ഞാനൊരു 2 മാസമായി ഞാൻ ഇതുപോലെ നുറുക്കി ഒരു അരമണിക്കൂർ നേരം വിനാഗിരിയിലിട്ട് വെച്ച്, ഉപ്പും വിനാഗിരിയിലിട്ട് വെച്ചിട്ട് അത് നന്നായി തുടച്ച് ഒരു ഫ്രീസറിൽ വെച്ചിട്ട് ഇപ്പോൾ 2 മാസമായി. ഇതിട്ട് കറി വെക്കുമ്പോൾ സാധാരണ നമ്മൾ മാങ്ങയുടെ കറി വെക്കുന്ന പോലെ തന്നെ അതേ ടേസ്റ്റ് തന്നെയാണ്. രുചിയിൽ കുറവൊന്നുമില്ല. നമുക്കിത് 6 മാസം വരെ 1 വർഷം വരെയൊക്കെ ഇത് ഫ്രിഡ്ജിൽ ഇങ്ങനെ സൂക്ഷിക്കാം. ഇങ്ങനെ 1 വർഷം വരെ ഒന്നും ആയിട്ടില്ലെങ്കിലും ഒരു 4 മാസം 5 മാസം വരെയൊക്കെ ഞാൻ മുന്നേ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേപ്പില ചേർത്ത് കൊടുക്കാം. വേപ്പില ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ ഇപ്പോൾ വേപ്പില ഇല്ല. ഞാനിപ്പോൾ ഇവിടുത്തെ വേപ്പിൻ്റെ ചെടിയിൽ നിന്ന് പൊട്ടിച്ചെടുത്തതാണ്. അതുകൊണ്ട് കുറച്ചേ കിട്ടിയുള്ളൂ. അപ്പോൾ വേപ്പില കൂടുതൽ ചേർത്താൽ കറിക്ക് അത്രയും ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ കറി വറ്റി വരുമ്പോൾ നമുക്ക് മാങ്ങ കഴുകിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കറിയൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കിലോ ചെറിയ അയിലക്കുട്ടികളാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകി വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ട് ഇരിക്കുന്നതാണ്. ഇതിനെ നമുക്ക് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് ചെറിയ തീയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും മീനും മാങ്ങയും ഒക്കെ നന്നായി വെന്തിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 4 മുളകും ചീനമുളക് പൊളിച്ചതും കുറച്ച് വേപ്പിലയും ഇതിലേക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം. കറി വെന്തതിന് ശേഷം ഇതുപോലെ ഈ മുളക് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്, നല്ലൊരു മണമാണ് കറിക്ക്. ഇതിലേക്ക് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കത്തിക്കരുത്, സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ കറി. നല്ല പാകത്തിന് എരിവും പുളിയും നമുക്ക് മാങ്ങ കഷ്ണങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി മുളക് കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക.
ഷെയർ ചെയ്യുക.